Hello. Good afternoon. Good afternoon, sir. Hello. Okay, presentation visible ആണോ എല്ലാവർക്കും? sir. Sir, visible. Okay. Audible ആണോ? Yes, sir. എനിക്കൊരു ഇങ്ങനെ ഫീൽ ചെയ്യുന്നു, അതാണ്. നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നുമില്ലല്ലോ? ഇല്ല, sir. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ആയിരുന്നു. ഇൻക്ലൈൻ ഫോഴ്സസ് വരുന്ന ഒരു റോഡിനകത്ത് അതിനകത്ത് റിസൾട്ടൻ ഫോഴ്സ് കണ്ടുപിടിച്ചു, അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചു, അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, റിസൾട്ടൻ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ റിസൾട്ടൻ ഫോഴ്സ്. അപ്പോൾ ആ മെത്തേഡ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അതേപോലെ തന്നെ വരുന്ന വേറൊരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ യൂണിഫോം പ്ലാങ്ക് എ ബി സി ഓഫ് വെയ്റ്റ് 30 ന്യൂട്ടൺ. അതായത് എ ബി സി എന്ന് പറയുന്ന ഒരു പ്ലാങ്ക് ഉണ്ട്. പ്ലാങ്ക് മീൻസ് ഒരു ബോർഡ് എന്നുള്ള ചെറിയ വുഡൻ ബോർഡിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു റോഡ് പോലെ വരുന്ന ഒരു ഇതാണ്, വുഡൻ ആയിട്ടുള്ള പീസിനാണ് നമ്മൾ പ്ലാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന എ ബി സി എന്ന് പറയുന്നൊരു പ്ലാങ്ക് ഉണ്ട് വിത്ത് ലെങ്ത്, ടോട്ടൽ ലെങ്ത് എ സി. ഓക്കെ, ഇറ്റ്സ് വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് 30 ന്യൂട്ടൺ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ വെയിറ്റ് ഓഫ് എ ബോഡി ഈസ് 30 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനൊരു ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെയിറ്റ് ഈസ് 50 ന്യൂട്ടൺ 30 ന്യൂട്ടൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ദ വെയിറ്റ് ഈസ് ആക്ടിങ് അറ്റ് ദ സെന്റർ. എപ്പോഴും നമ്മളൊരു പോയിന്റ് ഫോഴ്സ് ആയിട്ട് കാണിക്കുന്നത് ഇപ്പോൾ 50 ന്യൂട്ടൺ ആണ് എന്നുണ്ടെങ്കിൽ അതിന് സെൻട്രൽ ആക്ട് ചെയ്യുന്നതായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് എപ്പോഴും കാണിക്കുക. അത് എപ്പോഴും ശ്രദ്ധിച്ചോളുക. ഓക്കെ, നമ്മളൊരു പോയിന്റ് ഫോഴ്സ് ആയിട്ടാണല്ലോ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ആ പാർട്ടിക്കിളിന് ഒരു പോയിന്റ് ഫോഴ്സ് ആയിട്ടാണ്, അതായത് ഈ പാർട്ടിക്കിൾ ഇത്രയും ലെങ്ത് ഉണ്ട്, പക്ഷെ അത് നമ്മളൊരു പോയിന്റ് ആയിട്ട് കാണിക്കുമ്പോൾ അതിന്റെ സെൻട്രലാണ് കാണിക്കുന്നത്, സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ആക്ട് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്, കറക്റ്റ് സെൻട്രൽ. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ മൊത്തത്തിലുള്ള വെയിറ്റ് ഓഫ് ദ ബോഡി കാണിക്കുന്നത്. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളൊരു യൂണിഫോമിങ് വേരിയിങ് ഒന്നും അല്ലല്ലോ ഇത്, നമുക്ക് യു ഡി എൽ അല്ല, യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അല്ല. അപ്പോൾ എന്താണ്, കോൺസ്റ്റന്റ് ആണ്, നമുക്ക് വെയിറ്റ് വേരി ചെയ്യുന്നൊന്നുമില്ല, തിക്നെസ് വേരി ചെയ്യുന്നില്ല, വെയിറ്റിന് വ്യത്യാസം വരുന്നില്ല, യൂണിഫോം ആയിട്ട് എല്ലായിടത്തും ഒരേ രീതിയിൽ തന്നെയാണ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള പെർഫെക്ഷനുള്ള ഒരു പ്ലാങ്കാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ എപ്പോഴും നമ്മൾ വെയിറ്റ് വിൽ ബി അറ്റ് ദ സെൻറ്റർ. അപ്പോൾ നമ്മൾ എ സി എന്ന് പറയുന്നത് ഇപ്പോൾ 30 ന്യൂട്ടൺ എന്ന ഈ ഒരു പ്ലാങ്കിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 30 ന്യൂട്ടൺ വിൽ ബി ആക്ടിങ് അറ്റ് ദ സെൻറ്റർ. അതായത് എ സിയുടെ നേരെ പകുതി, എ സിയുടെ ലെങ്ത് എത്രയാണ്, എ സി ഈസ് 2 മീറ്റർ. അതായത് 1.4 + 1.6 എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് എത്രയുണ്ട്, 2 മീറ്റർ ഉണ്ട്. എ സി ഞാനിവിടെ മാർക്ക് ചെയ്യാം, ദിസ് ഈസ് എ സി. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അപ്പോൾ അത് കറക്റ്റ് അതിൻ്റെ സെൻട്രലാണ് എന്ത് ആക്ട് ചെയ്യുന്നത്, ദിസ് 30 ന്യൂട്ടൺ. ഓക്കെ, നമുക്കിത് ഒരു ഫോഴ്സിന് നമുക്ക് ഏത് വി ക്യാൻ റെപ്രസെന്റ് ലൈക്ക് ദിസ് ഓർ ലൈക്ക് ദിസ്, ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ മുകളിൽ നിന്ന് താഴേക്കോ അല്ലെങ്കിൽ താഴെ ഇങ്ങനെ വേണമെങ്കിൽ, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. ഓക്കെ, നമുക്ക് ഏത് വി ക്യാൻ ഡ്രോ ലൈക്ക് ദിസ് ആക്ടിങ് ഓൺ ടോപ്പ് ഓഫ് ദ ബോഡി ഓർ ഫ്രം ദ ബോഡി, താഴേക്ക് ഇങ്ങനെ ആക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കാം. രണ്ട് രീതിയും രണ്ടും ഒന്ന് തന്നെയാണ്, ബോത്ത് ആർ ഈക്വലന്റ് സിസ്റ്റംസ്, രണ്ടും സെയിം തന്നെയാണ്. അത് കാരണം എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ സെൻട്രലായിരിക്കും ആക്ട് ചെയ്യുന്നത്, ആ കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ ഹിയർ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ പ്ലാങ്ക്? വെയിറ്റ് ഓഫ് ദ പ്ലാങ്ക് ഈസ് 30 ന്യൂട്ടൺ. വെയിറ്റ് ഓഫ് പ്ലാങ്ക് ABC is equal to 30 ന്യൂട്ടൺ വിച്ച് ഇസ് ആക്ടിങ് അറ്റ് ഇറ്റ്സ് സെൻറ്റർ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കറക്റ്റ് സെൻട്രലായിട്ടാണ് 30 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് 2 മീറ്റർ ലോ, ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പ്ലാങ്ക് ഈസ് 2 മീറ്റർ, ഈസ് സപ്പോർട്ടഡ് അറ്റ് വൺ എൻഡ് എ ആൻഡ് അറ്റ് എ പോയിന്റ് ബി. രണ്ട് പോയിന്റുകളിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് എ എന്ന് പറയുന്ന പോയിന്റിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ, വാട്ട് ഡു മീൻ ബൈ സപ്പോർട്ട്? എന്താണ് ഒരു സപ്പോർട്ട്? നമ്മളിപ്പോൾ ഒരു ടേബിളിന്റെ പുറത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സപ്പോർട്ട് അല്ലേ? ആ ടേബിൾ എന്താണ്, ഒരു സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ചെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സപ്പോർട്ടിംഗ് ഡിവൈസ്. നമ്മൾ ചെയറിന്റെ പുറത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സപ്പോർട്ടിംഗ് എസ്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ അതൊരു റിയാക്ഷൻ തരുന്ന ഒരു ബോഡിയാണ് നമ്മൾ എന്ന് പറയുന്നത് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു റിയാക്ഷൻ വരുന്നുണ്ട് അല്ലേ?
അത് അപ്വേർഡായിട്ട് അത് ബോഡി താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് റിയാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം, വാട്ട് ഈസ് ഫ്രീ ബോഡി ഡയഗ്രാം? റിമൂവിങ് ഓൾ ദ സപ്പോർട്ടിങ് പാർട്ടിക്കിൾസ് ആൻഡ് മേക്കിംഗ് ദ ബോഡി ഇൻഡിപെൻഡൻറ്റ്. അതാണ് ഫ്രീ ബോഡി ഡയഗ്രാം. ഫോഴ്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ABC എന്ന് പറയുന്ന ആ പ്ലാങ്കിനെ ഞാൻ സപ്പോർട്ടിൽ നിന്ന് മാറ്റിയിട്ട് അതിന് പകരം റിയാക്ഷൻസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദിസ് പെർട്ടിക്കുലർ ബോഡി വിൽ ബി like this, where W is acting at this point. W is acting at point C. Weight W is acting at point C. Okay, and at a point B, 1.4 meter from A. A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 1.4 മീറ്റർ അകലെയാണ് B. So A to B is length 1.4 meter. A to B എന്ന് പറയുന്ന ലെങ്ത് 1.4 മീറ്റർ ആണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് ഈസ് 2 മീറ്റർ. ക്ലിയർ ആണല്ലോ? ആൻഡ് വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ്. വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ആക്ടിങ് അറ്റ് ദ സെന്റർ. അതായത് ഈ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഡിസ്റ്റൻസ് എത്രയാണ്? 1 മീറ്റർ. കാരണം ടോട്ടൽ 2 മീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് എയിൽ നിന്നും ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് ഡി. പോയിന്റ് ഡി നമ്മൾ കൊടുത്തതാണ്. അങ്ങനെ ഒരു പോയിന്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഇല്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആഡ് ചെയ്തതാണ്. സോ ദാറ്റ് ദ സെൻറ്റർ ഈസ് ആക്ടിങ് അറ്റ് ദ പോയിന്റ് ഡി. Okay, find the maximum weight W that can be applied at C so that the plank does not topple. ഈ പ്ലാങ്കിനെ ടോപ്പിൾ ചെയ്യാതെ, അതായത് പ്ലാങ്കിനെ തട്ടി വീഴ്ത്താതെ നമ്മൾ എന്ത് ചെയ്യണം? വി ആർ അപ്ലൈങ് എ ഫോഴ്സ് W. സോ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ്? അതാണ് ക്വസ്റ്റ്യൻ. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് W. W എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, W എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇപ്പം ഡസ് നോട്ട് ടോപ്പിൾ എന്ന് പറയുന്ന വാക്കിന് വളരെ അർത്ഥമുണ്ട്. അതായത് നമുക്കത് മറിഞ്ഞ് വീഴാതെ, അതായത് മാക്സിമം വാല്യൂ ഉണ്ട്. അതായത് നമുക്കൊരു പെർട്ടിക്കുലർ മാക്സിമം വാല്യൂ വരെ നമുക്ക് W പോകാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളൊരു ലോഡ് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? യാതൊരു ഇതുമില്ല. നമ്മൾ ആ വെയിറ്റ് കൂട്ടി കൊണ്ടുവരുന്നു എന്ന് വയ്ക്കും. W ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നു. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് ലിഫ്റ്റഡ് ആവുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. വെയിറ്റ് നമ്മളിങ്ങനെ കൂട്ടി കൊണ്ടുവന്നിരിക്കും. നിങ്ങൾ കുറേ ബുക്കുകൾ ഇങ്ങനെ അടുക്കി വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ബുക്ക് വെച്ചപ്പോൾ എന്ത് പറ്റി? ഈ പ്ലാങ്ക് ഇവിടെ നിന്ന് ലിഫ്റ്റഡ് ആയി പോകുന്നു. നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സീസോ നമ്മൾ കളിക്കത്തില്ലേ, അതുപോലെ തന്നെയാണ്. അതായത് എപ്പോഴാണ് ഇത് ലിഫ്റ്റഡ് ആകുന്നത്? അതായത് ഈ വെയിറ്റ് വളരെയധികം കൂടുതലാകുമ്പോൾ അതിൻ്റെ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. ആ വാല്യൂ എത്തുമ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്യുന്നത്? ലിഫ്റ്റഡ് ആവത്തില്ല. ഈ വെയിറ്റ് ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ഈ രണ്ട് റിയാക്ഷൻസ് സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇവിടെ ലിഫ്റ്റഡ് ആകും. ഓക്കെ, ഈ പോയിന്റ് ഫൽക്രമാക്കി വെച്ചിട്ട് ലിഫ്റ്റഡ് ആകും. അപ്പൊ ആ ലിഫ്റ്റഡ് ആകുന്ന പോയിന്റ് എന്ന് പറയുന്നത് റിയാക്ഷൻ RA = 0. റിയാക്ഷൻ RA 0 ആകുമ്പോഴാണ് W ഈസ് മാക്സിമം വാല്യൂ ഓഫ് W വരുന്ന എപ്പോഴാണ്? റിയാക്ഷൻസ് RA 0 ആകുമ്പോഴാണ്. ഓക്കെ, റിയാക്ഷൻ RA 0 ആകുമ്പോഴാണ് W മാക്സിമം ആകുന്നത്. ക്ലിയർ ആണല്ലോ? സോ നമുക്കിവിടെ എന്തുണ്ട്? വെയിറ്റ് ഓഫ് ദ ബോഡി, വെയിറ്റ് ഓഫ് ദ പ്ലാങ്ക് ABC is 30 Newton, ലെങ്ത് ഓഫ് ദ പ്ലാങ്ക് is 2 meter, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A and B is 1.4 meter. അതായത് എയും ബിയും തമ്മിൽ 1.4 മീറ്റർ ആണെന്ന് വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്ക് എപ്പോഴും നമ്മൾ ഒന്നുകൂടി പറയുകയാണ്. അതായത് വെയിറ്റ് ഓഫ് ദ ബോഡി വിൽ ഓൾവേസ് ബി ആക്ടിങ് അറ്റ് ദ സെന്റർ. അതായത് AC എന്ന് പറയുന്ന ബോഡിയുടെ സെന്ററിലായിരിക്കും വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ട് ചെയ്യുന്നത്. കറക്റ്റ് നടുക്കായിരിക്കും. ടോട്ടൽ ലെങ്ത് 2 മീറ്റർ ഉണ്ട്. അത് 1 മീറ്റർ അകലെ, എയിൽ നിന്ന് 1 മീറ്റർ അകലെ W വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ട് ചെയ്യുന്നതാണ്. W അല്ല, വെയിറ്റ് ഓഫ് ദ ബോഡി 30 Newton ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ടോപ്പിൾ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞത് RA = 0 വരും. ദാറ്റ് വെൻ W is maximum. സോ we can find out the maximum value of W, so that അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും വെയിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇത് മറിഞ്ഞ് വീഴും.
ടോപ്പിൾ ചെയ്യാത്ത വരുന്ന മാക്സിമം വാല്യൂ ഓഫ് ഡബ്ല്യു ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു മൊമെന്റ് എടുത്താൽ മതി. എവിടത്തെ മൊമെന്റ് എടുത്താൽ, ടേക്കിംഗ് ദ മൊമെന്റ് അബൌട്ട് പോയിന്റ് ബി, ടേക്കിംഗ് എവിടെ നിന്ന് വേണമെങ്കിലും മൊമെന്റ് എടുക്കാം. ഞാൻ പറഞ്ഞിട്ട് നമുക്ക് പോയിന്റ് എയിൽ നിന്ന് വേണമെങ്കിലും മൊമെന്റ് എടുക്കാം. നമുക്കിപ്പോൾ മൊമെന്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ബിയിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ബി, at 30 into what will be this distance? ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 30 ന്യൂട്ടൺ ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? വാട്ട് വിൽ ബി ദിസ് ഡിസ്റ്റൻസ്? ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും ഇവിടെ? 30 ന്യൂട്ടണും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 0.4. 0.4. അതായത് 30 into 0.4. അതാണ് ഒരു ഇതുകൊണ്ടുള്ള ലെഫ്റ്റ് സൈഡിലുള്ള മൊമെന്റ്. പോയിന്റ് ബിയിലുള്ള മൊമെന്റ് ഇക്വേഷൻ നമ്മൾ എടുക്കുമ്പോൾ, മൊമെന്റ് അബൌട്ട് പോയിന്റ് ബി എടുക്കുമ്പോൾ 30 into 0.4, 30 into 0.4, അതായത് ഫോഴ്സ് ഇൻറ്റു പെർഫെക്റ്റ് ഡിസ്റ്റൻസ് ആണല്ലോ മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 30 into 0.4, 6 into 0 ആയിപ്പോയി. 6 ആയിപ്പോയി. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ മാക്സിമം വാല്യൂ ഓഫ് ഡബ്ല്യു കിട്ടണമെന്നുണ്ടെങ്കിൽ 6, അതായത് യഥാർത്ഥത്തിൽ മൊമെന്റ് എടുക്കാൻ നമ്മൾ 6 into AB എടുക്കേണ്ടിയിരുന്നു. പക്ഷെ 6 എങ്ങനെ 0 ആയി? കാരണം മാക്സിമം വാല്യൂ ഡബ്ല്യു കിട്ടണമെന്നുണ്ടെങ്കിൽ 6 0 ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഫോഴ്സേ ഉള്ളൂ? 30 മാത്രമേ. 30 into 0.4 is equal to എന്താണ്? അത് ഏത് ഡയറക്ഷനിലാണ് വരുന്നത്? 30 into 0.4, 30 into 0.4 ഏത് ഡയറക്ഷനിലാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? 30 into 0.4 is in anti clockwise direction, and W into ഈ ഡിസ്റ്റൻസ് എത്രയാണ്? What will be that distance? W into എത്ര വരും? W into എത്ര വരും ഇവിടെ? What is the distance of W from point B? 0.6. 0.6. From ബിയിൽ B. നിന്നും 0.6. ബിയിലാണ്. ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഡിസ്റ്റൻസ്. 0.6. ഓക്കെ, ക്ലിയർ ആണല്ലോ? കാരണം ടോട്ടല് നമുക്ക് എന്തുണ്ട്? 2 ഉണ്ട്. ഇവിടെ തൊട്ട് ഇവിടെ വരെ ബി വരെ 1.4 ഉണ്ട്. ദിസ് ഡിസ്റ്റൻസ് വിൽ ബി വാട്ട്? 0.6. അതിനാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് W into 0.6 ഇത് രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? W കിട്ടത്തില്ലേ? കാരണം 30 into 0.4 divided by 0.6. ആക്ച്വലി ഇതിനകത്ത് ഒരു വാല്യൂയും കൂടി വരും. ഏതായിരുന്നു? 6 into ഏതാണ്? 6 into ബി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1.4. അതെന്തുകൊണ്ട് 0 ആയിപ്പോയി? ഇതും കൂടി വരുമായിരുന്നു, പക്ഷേ ഇതെന്തുകൊണ്ട് 0 ആയിപ്പോയി? കാരണം 6 0 ആയിരുന്നു. സിൻസ് R is equal to 0 for maximum value of W. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ. കാരണം ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ 6 0 ആകുമ്പോൾ മാത്രമേ നമുക്ക് മാക്സിമം വാല്യൂ W കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ടോപ്പിൾ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫൈനൽ. അപ്പോൾ ഇതിന്റെ വാല്യൂ എത്ര വരും? W ഡയറക്റ്റ് ഷോർട്ട് പ്രോബ്ലം ആണ്. വളരെ ചെറിയൊരു പ്രോബ്ലം ആണ്. ജസ്റ്റ് ആ മൊമെന്റ് എടുത്താൽ മാത്രം മതി. ബിയിലെ മൊമെന്റ് മാത്രം എടുത്താൽ W കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എത്ര കിട്ടി? എത്ര വന്നൂടെ? വാല്യൂ എത്ര വന്നു? ചെയ്ത് നോക്കിയോ? 20 Newton. 20 ന്യൂട്ടൺ. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്താൽ മതി? മൊമെന്റ് അബൌട്ട്, നമുക്ക് ഇനി മൊമെന്റ് അബൌട്ട് എ എടുക്കാം, മൊമെന്റ് അബൌട്ട് സി എടുക്കാം. ഏത് എടുത്താൽ മതി. നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് മൊമെന്റ് എടുക്കാനായിട്ട് ഈസിയസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ബി ആയതുകൊണ്ടാണ് ബി എടുത്തത്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ മൊമെന്റ് അബൌട്ട് എ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വന്നാനേ?
മൊമെന്റ് അബൌട്ട് എ എടുക്കുകയാണെങ്കിൽ എങ്ങനെ വന്നാണ് ഇക്വേഷൻ? 30 × 1 പിന്നീട് എന്താണ് ഇവിടെ എന്താണ് റിയാക്ഷൻ? ആർ ബി ഇൻറ്റു ഇവിടെ ഒരു റിയാക്ഷൻ വരത്തില്ല, ആർ ബി ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 1.4 ദെൻ ഡബ്ല്യു ഇൻറ്റു 2. ഇത്രയും ഇക്വേഷൻ ഇത്രയും വന്നാണ്. അപ്പോൾ അതിനെക്കാട്ടിലും ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റടുത്ത് നമുക്ക് ആർ ബിയും കൂടി വരും. ഇവിടെ ഈ പോയിന്റ് എ വെച്ച് മൊമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ ബിയും കൂടി വരും. ആർ ബിക്ക് വാല്യൂ ഉണ്ട്, ആർ ബി നമുക്ക് 0 അല്ല. നമുക്ക് ഈ ഒരു കേസിൽ വരുമ്പോൾ 0 ആയി പോകുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ മൊമെന്റ് എടുക്കുന്നത്. ബാക്കി 6 മാത്രമേ ഉള്ളൂ. 6 ഓൾറെഡി 0 ആണ്. വൈ? ബിക്കോസ് ഫോർ മാക്സിമം വാല്യൂ ഓഫ് ഡബ്ല്യു 6 ഷുഡ് ബി ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. ഇതൊന്ന് നോട്ട് ചെയ്തേക്കാം. ഈ പ്രോബ്ലം, ഈ ടൈപ്പ് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കേട്ടില്ല. ഈ ആന്റി ക്ലോക്കും അതൊന്നുമില്ലേ ഈ പ്രോബ്ലത്തില്? ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. നമുക്ക് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണ് ഡയറക്ഷൻ വരുന്നത്, മറ്റത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് വരുന്നത്. ഇത് ഈ ബി പോയിന്റ് ആണോ? ഈ ബിയുടെ 0.4 അല്ലേ ഈ ആന്റി ക്ലോക്ക് വൈസ്? 0.4 ആണ് ആന്റി ക്ലോക്ക് വൈസ്. അതായത് 13 × 0.4. യഥാർത്ഥത്തിൽ നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻ വരുന്നത് ഞാൻ കാണിച്ചിട്ട് എങ്ങനെയാ വരുന്നത്. നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ W ഇൻറ്റു 0.6 ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഞാൻ ഒന്നുകൂടി എഴുതണേ, ഈ ഇക്വേഷൻ ഒന്നുകൂടി എഴുതണം, വേറെ മെത്തേഡിൽ എഴുതുന്നുണ്ട്. W ഇൻറ്റു 0.6 ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മൈനസ് 30 ഇൻറ്റു 0.4 ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു 0. പിന്നെ ഒന്നുകൂടി വരുന്നുണ്ട്, ഏതാ? 6 ഇൻറ്റു 6 ഏത് ഡയറക്ഷനിലാണ്? 6 ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. 6 ഇൻറ്റു 1.4 6 ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്. ഞാനത് വരച്ച് കാണിക്കുന്നത്, നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. നിങ്ങൾ തമ്പ് ഇവിടെ വയ്ക്കുക, കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ബി ആണ് നോക്കുന്നത് അല്ലേ. വിത്ത് റെസ്പെക്ട് ബി നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തമ്പ് ബിയിൽ വയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. 6 ഡയറക്ഷനിൽ 4 ഫിംഗർ 6 ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് നോക്കുക. ഇങ്ങനെയായാലും കണ്ടോ, ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് നോക്കുക, ഇത് തമ്പ് ഇവിടെ വയ്ക്കുക, ഡബ്ല്യൂവിന്റെ ഡയറക്ഷനിൽ 4 ഫിംഗർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. തമ്പ് ഇവിടെ വയ്ക്കുക, ഇതിന്റെ ഡയറക്ഷനിൽ 4 ഫിംഗർ മൂവ് ചെയ്യുമ്പോൾ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്ന് മനസ്സിലാവും. ഓക്കെ, ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് അറിയാനായിരിക്കും. അപ്പം ആന്റി ക്ലോക്ക് വൈസ് മാത്രം നെഗറ്റീവ് എടുക്കുക, എന്നിട്ട് ഇക്വേറ്റ് ടു 0. ഈ രീതിയിലും ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതാണ് നിങ്ങൾ ഫെമിലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ. ഇതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് മാറ്റി ഞാൻ ആ മെത്തേഡിൽ എഴുതാം. ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. കറക്റ്റായിട്ട് മൊമെന്റ് എടുക്കുന്നത് ചിലർക്ക് ബുദ്ധിമുട്ട് വരും, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഓക്കെ, ഈ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 എടുക്കണം, എന്നാൽ മാത്രമേ W മാക്സിമം വരത്തുള്ളൂ. സോ ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ബി, നമുക്ക് എവിടെ വേണമെങ്കിലും മൊമെന്റ് എടുക്കാം. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ബിയിൽ എടുത്തു? ബിക്കോസ് RB എന്ന് പറയുന്ന വാല്യൂ അങ്ങ് പോകും. RB യഥാർത്ഥത്തിൽ 0 അല്ല, RBക്ക് വാല്യൂ ഉണ്ട്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ചെയ്യാഞ്ഞത്. അത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നമ്മൾ സിഗ്മ FYയും ഒക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, RB കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും ചെയ്യാൻ പോകണം, കാരണം ഓൾറെഡി ക്വസ്റ്റ്യൻ അതൊന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? W മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ബി എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? മൊമെന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ബ്രാക്കറ്റിൽ എഴുതാം. ക്ലോക്ക് വൈസ് ഉള്ളത് പോസിറ്റീവ് എടുക്കുക, ക്ലോക്ക് വൈസ് മൊമെന്റ് പോസിറ്റീവ് എടുക്കുക, ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഇത് നോട്ടായിട്ട് എഴുതിയിരുന്നാൽ മതി. നെഗറ്റീവ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ആദ്യമേ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് ബി മൊമെന്റ് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, പോയിന്റ് ബിയിൽ അപ്പോൾ RB ഓൾറെഡി 0 ആയിപ്പോയി, കാരണം RB നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. പോയിന്റ് ബിയിലേക്ക് RB നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടോ? RB is passing through point B, so there is no perpendicular distance, so we don't have to consider RB. പിന്നീട് വരുന്നത് എന്താണ്? RA ആദ്യം തൊട്ട് എഴുതാം. RA ഇൻറ്റു എന്താണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 1.4. ഇറ്റ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദെൻ അടുത്ത ഫോഴ്സ് ചെയ്താൽ 30 ന്യൂട്ടൺ. 30 ന്യൂട്ടൺ ഈസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, സോ നെഗറ്റീവ്. വിത്ത് റെസ്പെക്ട് ടു ബി 30 ന്യൂട്ടൺ ഈസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, സോ 30 ഇൻറ്റു 0.4. Then
with respect to B, W is in clockwise direction. So plus W into ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 0.6. കാരണം ബിയിൽ നിന്നും W വരെ 0.6 ഉണ്ട്. അത് മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ എടുത്താലും മതി. ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി. മറ്റേ ഞാൻ ഇക്വേറ്റ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് ഡൗട്ട് വന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഓൾറെഡി ഹിയർ RA is equal to 0. Why? Because ശ്രദ്ധിക്കുക, മാക്സിമം വാല്യൂ ഓഫ് W ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ടോപ്പിൽ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. മാക്സിമം വാല്യൂ ഓഫ് W വരുന്നത് RA 0 ആകുമ്പോഴാണ്. അതായത് നമ്മളിങ്ങനെ വെയിറ്റ് കൂട്ടി കൊണ്ടുവന്ന് ഇവിടെ നിന്നുള്ള കോൺടാക്ട് ജസ്റ്റ് വിട്ട് വരുന്ന ആ കണ്ടീഷനാണ് RA 0 വരുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നിന്ന് റിമൂവ് ആയിട്ടില്ല, റിയാക്ഷൻ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ആ കോണ്ടാക്ട് വരുന്നില്ല എന്നുള്ളൂ. നമ്മൾ കോണ്ടാക്ട് വരുമ്പോഴെല്ലാം റിയാക്ഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു താഴേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണല്ലോ അതിനകത്തൊരു റിയാക്ഷൻ വരുന്നത്, അല്ലെ? അപ്ലൈഡ് ഫോഴ്സ് വരുമ്പോഴാണ് റിയാക്ഷൻ വരുന്നത്. നമ്മൾ ഇവിടെ നിന്ന് വെയിറ്റ് കൂട്ടി വരുമ്പോൾ ഈ അപ്ലൈഡ് ഫോഴ്സ് കുറഞ്ഞു വരും, അല്ലെ? ഇവിടെ നിന്ന് കൊടുക്കുന്ന ആ വെയിറ്റ്, ഈ ബോഡി ഈ സപ്പോർട്ടിനകത്ത് കൊടുക്കുന്ന ആ വെയിറ്റ് കുറഞ്ഞു വരും. അത് കുറഞ്ഞ് 0 ആകുന്ന, അതായത് എപ്പോഴാണോ വെയിറ്റ് മാക്സിമം വരുന്നത് അത് 0 ആവും. അതിനുശേഷം പിന്നെയും നമ്മൾ വെയിറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും? മറിഞ്ഞു പോകും. ടോപ്പിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ പ്ലാങ്ക് മറിഞ്ഞ് ഇതങ്ങ് താന്നു പോകും, ഈ റോഡ് താന്നു പോകും. ഇതിപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷനാണ് പറയുന്നത്. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനങ്ങുന്നില്ല, വെയിറ്റ് കൊടുത്തിട്ട് അനങ്ങാതെ ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നു. മാക്സിമം വാല്യൂ ഓഫ് W കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇതിന് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഈ ടേം പോയി, കാരണം RA = 0 ആയി. ബാക്കി ഏതേ ഉള്ളൂ? -30 × 4 -30 × 0.4 പ്ലസ് W 0.6 = 0. ഇത് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യുമ്പോൾ W വാല്യൂ കിട്ടും. മായ്ക്കട്ടോ, കുഴപ്പമില്ലല്ലോ. അത് വേണമായിരുന്നോ? സോൾവ് ചെയ്തില്ലേ പ്രോബ്ലം? W = 20 ന്യൂട്ടൺ. ഓക്കെ ആണോ? ഈ പ്രോബ്ലം ഓക്കെ ആണേ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഹലോ, ആരും ഇല്ലടേ? ഹലോ, ഓക്കെ, അടുത്തതിലേക്ക് പോകാം. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കുക. ഞാൻ ഡ്രൈവിലിടാം. അത് വീഡിയോ വീണ്ടും കേട്ട് നോക്കുക. ഡൗട്ടുള്ളവർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അടുത്തതിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് സ്ഥിരം യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതാണ്. ഈ പാറ്റേൺ, ഈ ബൾബൊക്കെ കത്തിച്ച് വെച്ചിട്ടുകൊണ്ടുള്ള ഒരു പ്രോബ്ലം കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്ന പ്രോബ്ലമാണ്. അപ്പോൾ ഇത് സംഭവം സ്ഥിരം ചോദിക്കുന്നത് കേട്ടോ. ഈ പാറ്റേൺ, സെയിം പാറ്റേൺ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്ഥിരം റിപ്പീറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് യൂണിവേഴ്സിറ്റിക്കൊക്കെ. ഓക്കെ, ഈ ഒരു മോഡ്യൂളിൽ നിന്ന്. അപ്പോൾ എന്താണ്, ഒരു ഇലക്ട്രിക് ലൈറ്റ് ഫിക്സ്ചർ വെയിങ് 15 ന്യൂട്ടൺ, 15 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ഇലക്ട്രിക് ലൈറ്റ് ഫിക്സ്ചർ, ഒരു ബൾബും ഇലക്ട്രിക് കണക്ഷൻ സെറ്റപ്പ്, 15 ന്യൂട്ടൺ വെയിറ്റ് ഉണ്ട് അതിന്. ഹാങ്സ് ഫ്രം എ പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റിലാണ് അത് ഹാങ് ചെയ്തിരിക്കുന്നത്. ബൈ 2 സ്ട്രിങ്സ് AC ആൻഡ് BC. AC എന്ന് പറയുന്നത് BC എന്ന് പറയുന്ന 2 സ്ട്രിങ്സ് ഉണ്ട്. ഒരെണ്ണം സീലിംഗിൽ കണക്ട് ചെയ്തിരിക്കുന്നു, ഒരെണ്ണം വാളിൽ കണക്ട് ചെയ്തിരിക്കുന്നു, റൂഫിൽ കണക്ട് ചെയ്തിരിക്കുന്നു, ഒരെണ്ണം വാളിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ദ സ്ട്രിങ് AC is inclined at 60 degree to the horizontal. സ്ട്രിങ് AC എന്ന് പറയുന്നത് 60 degree to the horizontal. നമ്മുടെ സീലിംഗ് ഹൊറിസോണ്ടൽ ആണല്ലോ, അതുമായിട്ട് 60 degree ആണ് സ്ട്രിങ് AC മേക്ക് ചെയ്യുന്നത്. ഓക്കെ, and to the horizontal, and BC at 45 degree. BC എന്ന് പറയുന്നത് 45 degree inclined to the vertical ആണ്. ഓക്കെ, ഇത് 45 degree to the vertical ആണ്. ഓക്കെ, വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ രണ്ടും സെയിം തന്നെ വരും. 45 degree ആയതുകൊണ്ട് അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, യൂസിങ് ലാമിയസ് തിയറം ഓർ അതർവൈസ് ഡിറ്റർമൈൻ ദ ഫോഴ്സസ് ഇൻ ദ സ്ട്രിങ് AC ആൻഡ് BC. നമ്മൾ ലാമിയസ് തിയറം എല്ലാവരും ഓർക്കുന്നു എന്നായിരിക്കുന്നു. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ഫിഗർ. ഇതൊരു ആൻസർ സൊല്യൂഷൻ ഫിഗർ ആണ്. ഇത് നമുക്ക് തരില്ല, ഇത് നിങ്ങൾ വരയ്ക്കേണ്ടതാണ്. ഇത് സൊല്യൂഷൻ ഫിഗർ ആണ്. ഇതൊരു സൊല്യൂഷൻ ഫിഗർ ആണ്. ഇതെങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് വരയ്ക്കുന്നത്? അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് 15 ന്യൂട്ടൺ താഴേക്ക് വരയ്ക്കുക. ഫസ്റ്റ് വരയ്ക്കുമ്പോൾ 15 ന്യൂട്ടൺ താഴേക്ക് വരയ്ക്കുക. 15 ന്യൂട്ടൺ താഴേക്ക് വരച്ചു. ദെൻ CA,
നമുക്ക് 15 ന്യൂട്ടൺ താഴേക്ക് വരച്ചു. 15 ന്യൂട്ടൺ ഈസ് ആക്ടിങ് ടുവേർഡ്സ് ഡൗൺവേർഡ്സ് അല്ലേ. വെയിറ്റ് ഓഫ് ദ ബോഡി വിൽ ഓൾവേസ് ബി ആക്ടിങ് ഡൗൺവേർഡ്സ്. 15 ന്യൂട്ടൺ എന്ന് പറയുന്ന വെയിറ്റ് ആണ്, വെയിറ്റ് ഓഫ് ദ ബൾബ് ആണ്, വിച്ച് വിൽ ബി ആക്ടിങ് ഡൗൺവേർഡ്സ്. ബിക്കോസ് ഓഫ് ദിസ് വെയിറ്റ് ആൻഡ് സിൻസ് ഇറ്റ് ഈസ് കണക്റ്റഡ് ത്രൂ വയേഴ്സ് ഓർ സ്ട്രിങ്സ്, എ സി എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രിങ് ആണ്. അപ്പൊ അതിനകത്ത് എന്തുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. എ സിയിലുള്ള ടെൻഷൻ എന്ന് പറയുന്നത് ടി എ സി ആണ്. ടെൻഷൻ അലോങ് എ സി, ടി എ സി, വിച്ച് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, ദെൻ അടുത്തത് ടി ബി സി, ടെൻഷൻ അലോങ് ബി സി, വിച്ച് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. ഈ രണ്ട് ടെൻഷനുകളാണ് ഉള്ളത്. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ ഡയഗ്രാം. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫ്രീ ബോഡി ഡയഗ്രാം, അതായത് നമ്മൾ ബോഡിയെ ഫ്രീ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോഴ്സസ് വെച്ചിട്ട് അതിനെ മാർക്ക് ചെയ്യുന്നു. അതായത് 15 ന്യൂട്ടൺ ഫോഴ്സ് കാണിച്ചു, താഴേക്കുള്ള ഫോഴ്സ്. ദെൻ സ്ട്രിങ്ങിൽ ടി എ സി എന്ന് പറയുന്ന, എ സി എന്ന് പറയുന്ന സ്ട്രിങ്ങിലൂടെ ടെൻഷൻ ടി എ സി മുകളിലേക്ക് പോകുന്നുണ്ട്. ബി സി എന്ന് പറയുന്ന സ്ട്രിങ്ങിലൂടെ ബി സി എന്ന് പറയുന്ന ടെൻഷൻ, ടി ബി സി എന്ന് പറയുന്ന ടെൻഷൻ മുകളിലേക്ക് പോകുന്നത്. കാരണം ഈ രണ്ട് ടെൻഷനാണ് ഇതിനെ പിടിച്ച് താഴേക്ക് വിടാതെ പിടിച്ചു നിർത്തുന്നത്. ക്ലിയർ ആണോ? ഈ സ്ട്രിങ്ങിനകത്ത് ഈ ടെൻഷൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്താനെ, താഴേക്ക് വീണു പോയാനേ. 15 ന്യൂട്ടൺ കാരണം ഈ ഒരു ബൾബ് താഴേക്ക് വീണ് പോയാനേ. ഇത് വീഴാത്ത എന്തുകൊണ്ടാണ്, സ്ട്രിങ്ങിൽ ഈ 15 ന്യൂട്ടൺ ഡിവൈഡ് ചെയ്തിട്ട് രണ്ടായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എന്താണ് തന്നേക്കുന്നത്, ഇവിടെ ഈ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഇവിടെ തന്നേക്കുന്നത്. ഇവിടെയാണ് 60 ഡിഗ്രി മേക്ക് ചെയ്യുന്നത് അല്ലേ. ഈ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 60 ഡിഗ്രി. ഇവിടെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എത്ര, 45 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് വേണ്ടത് ലാമീസ് തിയറം വെച്ചിട്ട് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്താണ് ലാമീസ് തിയറം? ഇതിപ്പോ തീറ്റ ആണെന്ന് വിചാരിക്കുക. ഇത് തീറ്റ, ഇത് ബീറ്റ, ഇത് ഗാമ. സപ്പോസ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, ആസ് പെർ ലാമീസ് തിയറം എന്താണ് ഇക്വേഷൻ? ലാമീസ് തിയറം എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഫോഴ്സ്, ടി എ സി എന്ന് പറയുന്നത് ഫോഴ്സ് ആണ് കേട്ടോ, ടെൻഷൻ ആണ്, അതൊരു ഫോഴ്സ് ആണ്. ടി എ സി ഫോഴ്സ് ഡിവൈഡഡ് ബൈ എന്താണ്, ഈ ഒരു ഫോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദി അതർ ടു ഫോഴ്സസ്, അതായത് സൈൻ ഗാമ. ടി എ സി ഡിവൈഡ്, ഈ രണ്ട് രീതിയിൽ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ഒന്ന് നമ്മൾ സം ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ ഫോഴ്സും സം ഓഫ് ഓൾ ദ വെർട്ടിക്കൽ ഫോഴ്സും നമ്മൾ ചെയ്തില്ലേ, ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അതും ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ ലാമീസ് തിയറം വെച്ചിട്ടാണ് നമുക്ക് ഏറ്റവും എളുപ്പം ഇത് സോൾവ് ചെയ്യാൻ. അപ്പോൾ ആ രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ലാമീസ് തിയറം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനും പറഞ്ഞേക്കുന്നത് ലാമീസ് തിയറം വെച്ചിട്ട് സോൾവ് ചെയ്യാനാണ്. ഓർ അതർവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സം ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ ഫോഴ്സും സം ഓഫ് ഓൾ ദ വെർട്ടിക്കൽ ഫോഴ്സും 0 ആണ്. കാരണം എന്തെങ്കിലും റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് കാരണം താഴേക്ക് വരും അല്ലേ. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് ഇവിടെ ഇല്ല, ഇക്വിലിബ്രിയം കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്, അത് ശ്രദ്ധിച്ചോളുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലാമീസ് തിയറം അപ്ലൈ ചെയ്തത് തന്നെ. ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനകത്ത് മാത്രമേ, ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനകത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ലാമീസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ടി ബി സി, അടുത്ത ഫോഴ്സ് ടി ബി സി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദി അതർ ടു ഫോഴ്സ്, ദാറ്റ് ഈസ് സൈൻ തീറ്റ. ലാമീസ് തിയറം ആണ് പറയുന്നത്. ആസ് പെർ ലാമീസ് തിയറം, ആസ് പെർ ലാമീസ് തിയറം, അല്ലെങ്കിൽ അപ്ലൈയിങ് ലാമീസ് തിയറം എന്ന് പറഞ്ഞാലും മതി. ടി ബി സി ബൈ സൈൻ തീറ്റ. ദെൻ അടുത്ത ഫോഴ്സ് 15 ന്യൂട്ടൺ, താഴേക്ക് 15 ന്യൂട്ടൺ ഉണ്ട്. 15 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ അതർ ടു ഫോഴ്സസ് എന്ന് പറയുന്നത് സൈൻ ബീറ്റ. ഓക്കെ, ഇതാണ് നമ്മളുടെ ലാമീസ് തിയറം. ലാമീസ് തിയറത്തിന്റെ സൊല്യൂഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ആസ് പെർ ലാമീസ് തിയറം ഇതാണ് കണ്ടീഷൻ. പക്ഷേ നമുക്ക് തീറ്റയും ബീറ്റയും ഗാമയും അറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനാണ് നമുക്ക് ഇവിടെ ഇതിങ്ങനെ തന്നേക്കുന്നത് 60 ഡിഗ്രി എന്ന്. ക്ലിയർ ആണോ? അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ other angles. അതെങ്ങനെ കണ്ടുപിടിക്കും? How we can find out the other angles? മറ്റുള്ള ആംഗിൾസ് നമുക്ക് എങ്ങനെ കിട്ടും? ഈ ക്വസ്റ്റിനകത്ത് ട്വിസ്റ്റ് വരുന്ന അതാണ്, ഈ ആംഗിൾ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യണം, ആംഗിൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? How we can find out the other angles? നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ ആർക്കെങ്കിലും? എനിബഡി? ആർക്കെങ്കിലും റെസ്പോണ്ട് ചെയ്യാമോ? ഐഡിയ കിട്ടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? ഇതുവരെ എല്ലാവർക്കും വ്യക്തമാണല്ലോ? ലാമീസ് തിയറം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു.
ഹലോ, ഇതുവരെ വ്യക്തമാണോ? ഹലോ, ഈ ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? റെസ്പോണ്ട് ചെയ്യാമോ? ഹലോ, കേൾക്കുന്നില്ലടേ? കേൾക്കാമോ? കേൾക്കാം. ഹലോ, ക്വസ്റ്റ്യൻ കേട്ടോ? ക്വസ്റ്റ്യൻ കേട്ടോ? എങ്ങനെ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ കഴിയും? ഇനി ഐഡിയ? ഞാൻ ഈ ക്വസ്റ്റ്യൻ ഫിഗറിൽ തന്നെ ഞാൻ ചെറിയൊരു കൺസ്ട്രക്ഷൻ ഞാൻ കാണിച്ചു തരാം. എന്നിട്ടെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ എന്ന് നോക്കട്ടെ. എന്താ ഇവിടെ ഒരു ഒരു റെഡ് പെൻ ഉണ്ടായിരിക്കും. ചെറിയൊരു കൺസ്ട്രക്ഷൻ ഞാൻ ഇവിടെ ചെയ്യാൻ പോയണേ. ഈ ആംഗിളും 60 ഡിഗ്രി തന്നെയല്ലേ എടുത്തോളൂ, കാരണം പാരലലാണ്, രണ്ടും പാരലലാണേ. ഇതും പാരലലാണ്. ഇനി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഈ ആംഗിൾ കിട്ടുന്നുണ്ടോ എനിബഡി? സം ഓഫ് ദ ആംഗിൾ 360 അങ്ങനെയാണോ? ഇനി ഐഡിയ? വാട്ട് വിൽ ബി ദിസ് പെർട്ടിക്കുലർ ആംഗിൾ? എനിവൺ? മനസ്സിലാവുന്നില്ലേ? ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ആംഗിൾ സി BAC, ആംഗിൾ BAC കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? 180 മൈനസ് അതിന്റെ രണ്ടിന്റെ സം. ഏതാ? ബിന്റെ അവിടെയുള്ള ആംഗിൾ 45 ആയിരിക്കും. എങ്ങനെയാണ്? ഈ ആംഗിൾ എന്ത് പറ്റും? ഈ ആംഗിൾ 45 ആയിരിക്കും. യെസ്, 180 മൈനസ് 45 പ്ലസ് 60. യെസ്, എക്സാക്ട്ലി. അതായത് എന്താണ്? ആംഗിൾ BAC അല്ല കേട്ടോ, ഞാൻ മാർക്ക് ചെയ്ത തെറ്റിപ്പോയതാണ്. BCA, ആംഗിൾ BCA is equal to എത്ര? ആംഗിൾ BCA, അതായത് ഈ പെർട്ടിക്കുലർ ആംഗിൾ ഇസ് ഈക്വൽ ടു 180 മൈനസ് 45 പ്ലസ് 60. കാരണം എന്താണ്? ട്രയാംഗിൾസിന്റെ 3 സൈഡ്സും 180, 3 ആംഗിൾസും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇത് 45 ഡിഗ്രി വരും അല്ലേ? ഈ ആംഗിൾ 45 ഡിഗ്രി ഞാൻ ക്വസ്റ്റ്യൻ ഫിഗർ തന്നെ മാർക്ക് ചെയ്ത്, അതുകൊണ്ടാണ് ഇത് 45 ഡിഗ്രി വരും. കാരണം എന്തുകൊണ്ടാണ്? ഇത് ടോട്ടൽ 90 ഡിഗ്രിയാണ് വരുന്നത് അല്ലേ? കാരണം നമ്മൾ ഇതിന് പാരലായിട്ട് നമുക്ക് ഈ എഡ്ജ് എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി അല്ലേ? അപ്പോൾ അതിന് പാരലായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 90 ഡിഗ്രി വരും. അപ്പോൾ ഇവിടെ ഓൾറെഡി 45 ഡിഗ്രി ഉണ്ടായതുകൊണ്ട് ഇതും 45 ഡിഗ്രി വരും. പിന്നീട് ഇതിന് പാരലായിട്ടാണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് 60 മീൻസ് ദിസ് ഈസ് 60. ആൻഡ് ഇൻ ദിസ് ട്രയാംഗിൾ, ഇൻ triangle ABC, all the angles are 180 ഡിഗ്രി അല്ലേ? ഒരു ട്രയാംഗിളിന്റെ എല്ലാ ആംഗിൾസും 180 ഡിഗ്രി ആയിരിക്കും. അത് 45 60 അറിയാമെന്നുണ്ടെങ്കിൽ ദിസ് പെർട്ടിക്കുലർ ആംഗിൾ വിൽ ബി 180 മൈനസ് 45 പ്ലസ് 60. എത്ര വരും? 75 ഡിഗ്രി. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ആംഗിൾ 75 ഡിഗ്രി എന്ന് കിട്ടുന്നത്. വ്യക്തമാണല്ലോ? മനസ്സിലായോ? ഞാൻ ഇതങ്ങ് മാച്ചോട്ടോ, ഇതങ്ങ് മായ്ക്കണേ. ആ ഒരു കൺസ്ട്രക്ഷൻ ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബാക്കി ആംഗിൾസ് ആണ്. ഇവിടെ 150 എന്നാണ് കാണിച്ചത്, സൊല്യൂഷൻ ആണ് കേട്ടോ. ഇത് നോക്കിയിട്ട് വന്നിട്ട് കാര്യമില്ല. ഇവിടെ നമുക്ക് എങ്ങനെ ഈ ആംഗിളും ഈ ആംഗിൾ നമുക്ക് എങ്ങനെ കിട്ടും? തീറ്റയും ഗാമയും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഞാനിവിടെ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കൊടുത്താലോ? അതായത് ഈ ഒരു ഫിഗറിനകത്ത് ഇവിടെ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ. നിങ്ങൾ തനിയെ ചിന്തിക്കണം കേട്ടോ. ഞാൻ അവിടെ എക്സാം ഹാളിൽ ഞാൻ വന്ന് എനിക്ക് വരച്ച് കാണിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. നിങ്ങൾ തനിയെ കണ്ടുപിടിക്കേണ്ടതാണ്. ഇവിടെ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും വകുപ്പുണ്ടോ കിട്ടാൻ? വാട്ട് വിൽ ബി ദിസ് പെർട്ടിക്കുലർ ആംഗിൾ? 60. കാരണം ഇത് ഇതിന് പാരലായിട്ട് ഇവിടെ വരുന്ന ഒരു ലൈനിന്, ഇവിടുത്തെ ഈ ലൈനിന് പാരലായിട്ടാണ് നമ്മളിവിടെ വരച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മളൊരു ട്രാൻസ്വേഴ്സിന്റെ ഏതാണ് ട്രാൻസ്വേഴ്സ്? ഇങ്ങനെ ട്രാൻസ്വേഴ്സ് ഉണ്ടെന്ന്, രണ്ട് പാരൽ ലൈൻസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ട്രാൻസ്വേഴ്സിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ദീസ് 2 ആംഗിൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ? അതെന്താണ്? എന്താ അത് പറയുന്നത്? ഓൾട്ടർനേറ്റീവ് ഇന്റീരിയർ ആംഗിൾസ്. കേട്ടിട്ടുണ്ടോ? ട്രാൻസ്വേഴ്സ് പഠിച്ചിട്ടുള്ളതല്ലേ നിങ്ങൾ? പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് ഈ ആംഗിളും സെയിം ആണ്. വൈ? ഓൾട്ടർനേറ്റീവ് ഇന്റീരിയർ ആംഗിൾസ്.
ആൾട്ടർനേറ്റീവ് ഇന്റീരിയർ ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമുക്ക് ഇതിപ്പോൾ 60 ഡിഗ്രി വരുമ്പോൾ ഇതെന്ത് പറ്റി, ഇതും 60 ഡിഗ്രി ആയി. ബാക്കി ഇത് എത്ര വരും, ഇത് 90 ഡിഗ്രി അല്ലേ, ഇത് 90 ഡിഗ്രി അല്ലേ വരത്തുള്ളൂ. അപ്പോൾ ദിസ് ഇസ് 90 ഡിഗ്രി, ദിസ് ഈസ് അഗെയിൻ 90 ഡിഗ്രി. വാട്ട് വിൽ ബി ദിസ് ആംഗിൾ, വാട്ട് വിൽ ബി ദിസ് ആംഗിൾ? 45. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യും, ഇതിനകത്ത് നമുക്ക് ആ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാൻ കേട്ടോ. കാരണം ഇത് 30 വരും, അപ്പോൾ ട്രയാങ്കിൾ ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ 90 വരും, ഇവിടെ 30 വരും, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് 60 വരും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇത് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ട്രാൻസ്വേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ടും ചെയ്യാം. നമ്മളിപ്പോൾ ട്രയാങ്കിൾ എടുത്താൽ മതി. അപ്പോൾ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇവിടെ റൈറ്റ് ആംഗിൾ, ദിസ് ഈസ് 45 ഡിഗ്രി, ദിസ് ഈസ് 45 ഡിഗ്രി, അങ്ങനെ നമുക്ക് ഈ ആംഗിൾ 45 ഡിഗ്രി കിട്ടും. This is 90 degree again. So 90 plus 45 is equal to 130. 135. 90 plus 45 is equal to 135. And 60 plus 90 is equal to 150. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? We got from figure എന്താണ്, തീറ്റ ഇസ് ഇക്വൽ ടു എത്ര വന്നു, തീറ്റ ഇസ് ഇക്വൽ ടു 150 ഡിഗ്രി, ഗാമ ഇസ് ഇക്വൽ ടു നമ്മളുടെ ഗാമ, നമ്മൾ എടുത്തിരിക്കുന്നതാണ് ഗാമയും തീറ്റയൊക്കെ, ഗാമ ഇസ് ഇക്വൽ ടു 135 ഡിഗ്രി ആൻഡ് ബീറ്റ ഇസ് ഇക്വൽ ടു 75 ഡിഗ്രി. 3 ആംഗിളും കിട്ടിയില്ലേ? ഇനി നമുക്ക് സോൾവ് ചെയ്തൂടെ? ഇത് വായിക്കട്ടോ. നിങ്ങൾ ഈ കൺസ്ട്രക്ഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ, ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇതിന്റെ കൺസ്ട്രക്ഷൻ വായിക്കട്ടോ. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? സംഭവം കൺസ്ട്രക്ഷൻ ചെയ്ത് നമ്മൾ ഈ ആംഗിൾ കണ്ടുപിടിക്കുന്ന പാടേ ഉള്ളൂ. ബാക്കി നമ്മൾ ലാമിസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. TAC ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു. അതായത് ഈ ഫോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് രണ്ട് ഫോഴ്സുകൾ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിന്റെ സൈൻ എടുക്കണം. TBC എടുക്കുകയാണെങ്കിൽ മറ്റ് രണ്ട് ഫോഴ്സിനകത്ത് ഇടയ്ക്ക് മേക്ക് ചെയ്യുന്ന ആംഗിളിന്റെ സൈൻ എടുക്കണം. ആൻഡ് 15 ന്യൂട്ടൺ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, TBCക്കും TACക്കും ഇടയ്ക്ക് ഉള്ള ആംഗിളിന്റെ സൈൻ എടുക്കണം. അപ്പോൾ ഇതാണ് ലാമിസ് തിയറം വെച്ചിട്ട് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് TACയും TBCയും കണ്ടുപിടിക്കാം. So TAC is equal to 15 by സൈൻ. ഏതൊക്കെ ഇക്വേഷൻ TAC കണ്ടുപിടിക്കുക, ഏതൊക്കെ ഇക്വേഷൻ എടുക്കണം, ഈ ഇക്വേഷനും ലാസ്റ്റ് ഇക്വേഷനും. ഓക്കെ, അത് രണ്ടും കൂടി കിട്ടിയ 15 by സൈൻ ബീറ്റ ഇൻസ്റ്റെഡ് ഓഫ് വാട്ട് ഈസ് ബീറ്റ, ബീറ്റ ഇസ് ഈക്വൽ ടു 75 ഇൻറ്റു സൈൻ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, ഇത് മോളിൽ പോകത്തില്ലേ, സൈൻ ഗാമ, ഗാമ ഈസ് 135. That is equal to TAC കിട്ടി. And TBC is equal to 15 by sine beta. Beta is equal to 75 into sine theta. Theta is equal to 150 is equal to. അപ്പോൾ ഈ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് TACയും TBCയും കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ? മെത്തേഡ് ക്ലിയർ ആണോ? ഹലോ, മെത്തേഡ് ക്ലിയർ ആണോ? അവിടെ ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഇക്വിലിബ്രിയം പറഞ്ഞല്ലോ, അപ്പൊ എങ്ങനെയാ മനസ്സിലാണ് ഇക്വിലിബ്രിയം ആണെന്ന്? ഇല്ല, നമ്മളിപ്പോ ഒരു ബൾബ് തന്നെ കെട്ടിത്തൂക്കി ഇട്ടുന്നു കഴിഞ്ഞാൽ അത് വന്ന് വീഴുമോ? ആ സ്ട്രിങ് താങ്ങി നിർത്തില്ലേ? വീഴില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഇക്വിലിബ്രിയം ആണ്, അത് അണ്ടർസ്റ്റുഡ് ആണ്. ഇങ്ങനത്തെ കേസ് തരുമ്പോൾ അത് ഇക്വിലിബ്രിയം ആണ്, അത് അണ്ടർസ്റ്റുഡ് ആണ്. അങ്ങനെ നോക്കിയിട്ട്, കാരണം ആ സ്ട്രിങ്സ് എങ്ങനെയായാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ മാക്സിമം കണ്ടീഷൻ എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. ആ സ്ട്രിങ്ങിനകത്ത് ഇത്രയും ടെൻഷൻ വരുന്നുണ്ട്. ഈ ടെൻഷൻ അത് വിക്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തൊരു മെറ്റീരിയൽ ആണെങ്കിൽ മാത്രമേ അത് പൊട്ടി വീഴത്തുള്ളൂ.
ഈ ടെൻഷൻ, ഇത്രയും ടെൻഷൻ ആ സ്ട്രിങ്ങിൽ കൂടെ പോകുന്നുണ്ട്. AC എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ കൂടെ ഇപ്പം ഏത് മെറ്റീരിയൽ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയാലും നമുക്കിപ്പം മെറ്റൽ കൊണ്ടുണ്ടാക്കാം, അല്ലെങ്കിൽ എന്താ കയർ കൊണ്ടുണ്ടാക്കാം, അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും ചണം കൊണ്ടുണ്ടാക്കാം, അല്ലെങ്കിൽ എന്ത് നൂല് കൊണ്ടുണ്ടാക്കാം. ആ സ്ട്രിങ് എന്ന് പറയുന്നത് AC എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ, ആ പെർട്ടിക്കുലർ മെറ്റീരിയലിന്റെ ഒരു സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത് ഈ ഫോഴ്സ് വിസ്റ്റാൻഡ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അതൊന്നും നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് ഹയറിൽ വരത്തേ ഉള്ളൂ, ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്യാന്നുള്ളതൊക്കെ. ഇപ്പൊ നമ്മൾ അങ്ങനെയൊന്നും പറയുന്നത്, ജനറൽ ആയിട്ട് സ്ട്രിങ് എന്നേ പറയുന്നുള്ളൂ. സ്ട്രിങ് വിസ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വ്യക്തമാണോ? നമുക്കിത് വേറൊരു മെത്തേഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ള അറിയാമോ? ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇത് ഞാൻ മായ്ക്കട്ടോ? ഇതെല്ലാവർക്കും മനസ്സിലായോ? നോട്ട് ചെയ്തോ? ഈ പ്രോബ്ലം ചെയ്തോ? ഹലോ, ഇക്വിലിബ്രിയം കേസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കൂടി പറയട്ടോ? അതോ ഇത് മതിയോ? ലാമിയസ് തിയറം മതിയോ? ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ചിട്ട് വേണോ? അതും കൂടി ഒന്ന് പറ സാർ. അപ്പൊ ഞാനിത് മായ്ക്കുകയാണ്. ഇതെല്ലാവരും നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നോട്ട് ചെയ്തല്ലോ? നോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓക്കെ, ഞാൻ മായ്ക്കുകയാണ്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കുക. നോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ നോട്ട്ബുക്കിൽ അത് നോട്ട് ചെയ്യണം, ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. തനിയെ ഒന്നുകൂടി എല്ലായിടത്തും നോക്കണം കേട്ടോ. നമ്മൾ ക്ലാസ് ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് അത് റിവൈസ് ചെയ്ത്, നിങ്ങൾ റിവൈസ് എത്രത്തോളം ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുള്ളൂ. സംഭവം ടഫ് പ്രോബ്ലംസ് ഇനി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ക്ലാസ് ഫോളോ ചെയ്യുക. നിങ്ങൾ തനിയെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? $15 താഴേക്ക്, TAC, TBC, ഫ്രീ ബോഡി വരയ്ക്കാൻ അറിയാമെന്നായിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് X ആക്സിസ്, ദിസ് ഈസ് പോസിറ്റീവ് Y ആക്സിസ്. ജസ്റ്റ് നിങ്ങൾ ലിസൺ ചെയ്താൽ മതി. നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ലാമിയസ് തിയറം വെച്ചിട്ട് തന്നെയാണ്. നെഗറ്റീവ് X ആക്സിസ്, താഴേക്ക് നെഗറ്റീവ് Y ആക്സിസ്. ഓക്കെ, അപ്പോൾ ആസ് പെർ ഇക്വിലിബ്രിയം കണ്ടീഷൻ, ഇത് ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്താൽ മതി. നിങ്ങൾ എഴുതണമെന്നില്ല, താല്പര്യമുള്ളവർക്ക് എഴുതിയാൽ മതി. ആസ് പെർ applying the equilibrium condition, sigma fx is equal to 0, sigma fy is equal to 0. കാരണം റിസൾട്ടന്റ് ഫോഴ്സ് ഇല്ല, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ബാലൻസ്ഡ് ആണ്. എന്നാൽ മാത്രമേ ഇത് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ താഴേക്ക് ഒരു റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? താഴേക്ക് വരും. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് ഇല്ല, ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ സിഗ്മ എഫക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നിട്ടുണ്ട്? ഇവിടുത്തെ ആംഗിള് നമ്മൾ എത്ര എഴുതും? ഈ ആംഗിൾ 60 എന്ന് കണ്ടുപിടിച്ചായിരുന്നു. അത് ഞാൻ ഇനി ഒന്നുകൂടി പറയുന്നില്ല, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കേസാണ്. ഓക്കെ, ദിസ് ആംഗിൾ 45. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സം ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0, സം ഓഫ് ഓൾ ദ വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് 0. സിഗ്മ എഫക്സ് ആദ്യം എടുക്കുന്നു. ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സ് നോക്കുന്നു? അതായത് 15 ന്യൂട്ടൺ താഴേക്കാണ്. അതിന് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഉണ്ടോ? ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഉണ്ടോ അവിടെ? ഇല്ല. TAC ഈസ് മുകളിലേക്ക് ഇങ്ങനെ പോകുന്നു, മുകളിലേക്കും റൈറ്റ് സൈഡിലേക്കും. അപ്പോൾ TACയുടെ ഒരു കോമ്പണന്റ് ഉണ്ട്, അതായത് TAC കോസ് 60. TAC കോസ് 60 രണ്ട് കോമ്പണന്റ് വരുന്നുണ്ട്. TACക്ക് രണ്ട് കോമ്പണന്റ് വരുന്നുണ്ട്. ഒന്ന്, TAC ഇങ്ങനെ പോകുന്നത് കാരണം TACക്ക് രണ്ട് TAC ഈ ഡയറക്ഷനിൽ. നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നമുക്ക് ഇനിയുള്ള പ്രോബ്ലംസിനകത്ത് ഇത് ചെയ്യുമ്പോൾ അപ്പോൾ എളുപ്പമുണ്ടാകും. TAC കോസ് 60 മുകളിലേക്ക്, TAC സൈൻ 60. ഇങ്ങനെയല്ലേ നമ്മൾ റിസോൾവ് ചെയ്യുന്നത്. TAC റിസോൾവ് ചെയ്യുമ്പോൾ ഒന്ന് റൈറ്റ് സൈഡിൽ TAC കോസ് 60, മുകളിലേക്ക് TAC സൈൻ 60. ഇതറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റിസോൾവ് ചെയ്യാൻ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതാണ്?
ടി ബി സി എങ്ങനെയാണ് പോകുന്നത്? ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. ടി ബി സി is making an angle 45 degree with the horizontal. So this is TBC cos 45 and TBC മുകളിലേക്ക് എന്താണ്? TBC sin 45 മുകളിലേക്ക്, വെർട്ടിക്കലി മുകളിലേക്കാണ്. ഞാൻ വരച്ചപ്പോൾ പറഞ്ഞു പോയതാണ്, മുകളിലേക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, ടൈം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഹൊറിസോണ്ടലി എന്താണ്? TAC cos 60 നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലേക്കുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് എന്താണ്? മൈനസ് ആണ്, കാരണം എന്താണ്? ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡാണ്. മൈനസ് TBC cos 45. ഒന്ന് മാറ്റോട്ടെ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 0. This is equal to 0 implies TAC cos 60 is equal to TBC cos 45. This is equation number 1. ഇനി ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ എഫ് ഐ എടുക്കുകയാണ്. സിഗ്മ എഫ് ഐ ഇസ് ഈക്വൽ ടു എന്താണ്? താഴേക്ക് 15 ന്യൂട്ടൺ. ഞാൻ പെട്ടെന്ന് പറയുകയാണ് കേട്ടോ, ടൈം ആയതുകൊണ്ട്. താഴേക്ക് 15 ന്യൂട്ടൺ. താഴേക്ക് 15 ന്യൂട്ടൺ മീൻസ് താഴേക്ക് ആയതുകൊണ്ട് നെഗറ്റീവ് ആണ്. അപ്പോൾ മൈനസ് 15 ന്യൂട്ടൺ എടുക്കണം. മുകളിലേക്ക് ഏതൊക്കെയുള്ളത്? ടി ബി സിയുടെ സൈൻ കോമ്പണന്റ് മുകളിലേക്ക് ഇല്ലടേ. ടി ബി സിയുടെ സൈൻ കോമ്പണന്റ് മുകളിലേക്ക്, അത് പോസിറ്റീവ് എടുക്കണം. ടി ബി സി സൈൻ 45. ടി ബി സി സൈൻ 45 ആണ് മുകളിലേക്ക്. ആൻഡ് ടി എ സി സൈൻ 60 ആണ് മുകളിലേക്ക്. TAC sin 60. This is equal to 0. ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? TACക്ക് പകരം ഇതിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് എടുത്ത് രണ്ടാമത്തെ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് സോൾവ് ഫോർ TBC. അൺനോൺ ആയിട്ട് TBC മാത്രമേ ഉള്ളൂ. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് TBC ഇൻ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് TAC. അപ്പോൾ ഇത്രയും ചുറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യും? ലാമിസ് തിയറം ഉണ്ടായതുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ലാമിസ് തിയറത്തിൽ നിന്ന് കിട്ടും. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് -15 പ്ലസ് TBC സൈൻ 45 പ്ലസ് TAC സൈൻ 60 = 0 എന്നാണ് ഇക്വേഷൻ. ഇതിനകത്ത് TACക്ക് പകരം ഒന്നാമത്തെ ഇക്വേഷനിലുള്ള TAC = എന്തോന്ന് കിട്ടും? TBC cos 45 ഡിവൈഡഡ് ബൈ cos 60 എന്ന് കിട്ടത്തില്ലേ? ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? TAC കണ്ടുപിടിക്കുന്നു. കണ്ടോ? ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇങ്ങനെ എഴുതി വെച്ചിരുന്നാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് TAC ഇൻ ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? TBC കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് TBC കിട്ടും, പിന്നെ TAC. അപ്പോൾ ഈ ഒരു മെത്തേഡിലും ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഗോ ഫോർ ലാമിസ് തിയറം. ലാമിസ് തിയറമാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നത്, വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതുവഴി നമുക്ക് TBCയും TACയും കിട്ടും. സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ക്ലാസ്സിൽ വീണ്ടും ഇതിനെ കണ്ടിന്യൂഷൻ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ നേരത്തെ തന്നെ അപ്പോൾ തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ, ഡിലേ ആവരുത്. നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. എല്ലാം ജോയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അത് ഒരുപാട് ഡിലേ ആക്കരുത് കേട്ടോ ജോയിൻ ചെയ്യാൻ. അപ്പോൾ അറ്റൻഡൻസ് എന്ന് പറഞ്ഞേടേ. റോൾ നമ്പർ 1. ഓക്കെ. റോൾ നമ്പർ 2. ഓക്കെ. റോൾ നമ്പർ 3 ഉണ്ടോ? 3 ആബ്സെന്റ്. 5 present sir. Okay. 6 present sir. 7 present sir. 7 present sir. Okay. 8 present sir. 8 ഉണ്ടോ? 8 ഉണ്ട്. 9. Okay. 9 ഉണ്ടോ? 9 absent. 10 present sir. 10 present. 10. 11. Okay. 11 present sir. Okay. 12 present. 12 present sir. 13. Okay. 13 Present sir. 13 ആരാണ്? 14. 14. 14 present, 15. 15. 16. Okay. 16 ആരാണ്? 16 absent. Okay. 17 present sir. 18. Okay. 18 ആരാണ്? Okay. 18. Okay. 20. 20. Okay. 21. 20. 21. 22. 22. 23. 24. 23 absent. Permanent absent. 24. Okay. 25. 25. 25 sir. 26. 27. 27. 28. 29 absent. 30. 31. 30. Okay. 31. 31.
32. 32 present. Okay, 33. 33. 34. Oh, 34. 35. 34. Okay, 35. 35. Okay, 36. 36 present. 37. 38. Okay, 38. Okay, 39. 39% sir. Okay, 39. Okay, 40. 40 ആരാണ്? Roll number 40. Absent. 41. 41. 41. 42. Okay, 42. 42. 42 absent. 43. 43. 43. Okay, 44. 45. 45. 45. 45 absent. 46. 45. 45. Okay. Sanjay ആണോ? 46. 45. Okay, 47. 46. Okay, 47. Present, sir. Suhail, okay. 48. 48. Present, sir. Okay, Safwan. Okay. Thank you. Thank you all. So absent is Thank you, sir. 16, 20, 23, 29, 40, 42. Thank you all. Bye. Okay. Okay. Good.